ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ക്ലാസ് നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ഗൂഗിളിൽ നാം സെർച്ച് ബാറിൽ ചെന്നിട്ട് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാൻവ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ക്യാൻവ ഇവിടെ എത്തി. ഇത് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. മൊബൈലിലാകുമ്പോൾ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് മൊബൈലിൽ വരുന്നത്. അപ്പോൾ മൊബൈലിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ആകുമ്പോൾ ഇതുപോലെ സെർച്ച് ബാറിൽ ക്യാൻവ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. നിലവിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കൂ, ഇനി നിങ്ങൾ എന്താണ് ഡിസൈൻ ചെയ്യുക, എങ്ങനെ ആണ് വെബ്സൈറ്റിലുണ്ടാവുക. അപ്പോൾ ക്യാൻവ സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉണ്ട്. അല്ലാതെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതുണ്ട്. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ളതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ ക്യാൻവയെക്കുറിച്ച് അതിൻ്റെ AI ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഓരോ വിഷയങ്ങൾ ഇതിൽ തന്നെ അവരെക്കുറിച്ചുള്ള എബൌട്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആദ്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് സൈനപ്പാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുക. ഗൂഗിൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു മെയിൽ ഐ ഡിയിൽ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ച് നമ്മൾ കയറണം. ഓക്കെ, ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള സൈനപ്പ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്ക് സൈനപ്പിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ ഇമെയിൽ ഉപയോഗിച്ച് തുടരുക എന്നുള്ളതാണ് കൊടുക്കുകയാണ്. ഞാൻ ലേൺ വിത്ത് എന്ന എൻ്റെ ജിമെയിലിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ മെയിലിലൊരു കോഡ് വന്നിട്ടുണ്ട്. ഞാൻ മെയിൽ ബോക്സ് ഒന്ന് ഓണാക്കണം. മെയിൽ ബോക്സ് ഓണാക്കുമ്പോൾ ക്യാൻവയിലെ കോഡ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ഒരു വട്ടം ചെയ്ത ആളുകളാണെങ്കിൽ ലോഗിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ വരിക. നേരെ ക്യാൻവയിൽ തിരിച്ചു വന്ന് എൻ്റെ മെയിലിൽ കിട്ടിയ ആ കോഡ് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ ലോഗിനായി. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ലോഗിൻ അല്ല ചെയ്യേണ്ടത്. നേരത്തെ കണ്ടതുപോലെ സൈനപ്പ് ചെയ്യുക. പല കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് തന്നെ എന്താണ് സൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സൈനപ്പ് ചെയ്താലും ലോഗിൻ ചെയ്താലും നമ്മുടെ ജിമെയിൽ ഐ ഡിയിൽ തന്നെ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ? സൈൻ ഔട്ട് ചെയ്യാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെറ്റിങ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ഈ സെർച്ച് ബാറിൽ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് വേണം. ഞാൻ വിസിറ്റിംഗ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വിസിറ്റിംഗ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ബിസിനസ് വിസിറ്റിംഗ് കാർഡ്, ഡോക്ടർ വിസിറ്റിംഗ് കാർഡ്, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോർട്രേറ്റിൽ വേണോ ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിൻ്റെ അളവ് കണക്കാക്കി ഇവിടെ ഉണ്ടാകും. അപ്പം ഞാൻ ഡോക്ടർ വിസിറ്റിംഗ് കാർഡ് എന്ന് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യാണ്. ഉടനെ സെർച്ച് ബാർ മാറി ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിസിറ്റിംഗ് കാർഡിൻ്റെ ടെംപ്ലേറ്റ്സുകളിവിടെ അവൈലബിൾ ആവും. കണ്ടോ? കുറേ ടെംപ്ലേറ്റ്സുകൾ. അപ്പോൾ അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഗോൾഡൻ ഒരു കിരീടത്തിൻ്റെതുള്ളതെല്ലാം പേയ്മെൻറ്റ് കൊടുക്കുന്നവർക്കേ കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. പേയ്മെൻറ്റ് കൊടുത്താലാണ് നമുക്ക് അതിൽ വാട്ടർമാർക്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുക. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളവർക്ക് പറ്റും, കാരണം അവിടെ ഈ കിരീടം ഇല്ല.
അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാം. ഈ പോകുന്ന സന്ദർഭത്തിൽ ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് എടുക്കാം. ഒരു ഡോക്ടർക്ക് വേണ്ടതെല്ലാം ഇതിൽ ഉണ്ട്. അവർ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ആളുകൾ വിചാരിച്ചാൽ അവർക്ക് വേണ്ടി വളരെ പ്രൊഫഷണലായിട്ടുള്ള രൂപത്തിലുള്ളതുണ്ട്. അതുകൂടാതെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ക്ലിനിക്ക്, ഡെൻ്റൽ ക്ലിനിക്ക് ഒക്കെ നടത്തുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊരു എല്ലാ ഗ്രീൻ ആൻഡ് ഒരു കുറച്ചുകൂടെ യൂണീക്കാണ്. ഇതൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. ജസ്റ്റ് അങ്ങനെ ആരും അങ്ങനെ ചെയ്യില്ല പ്രൊഫഷണലായിട്ട്. ഇതൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒന്നായിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ താഴോട്ട് അതിൻ്റെ വേറെ പല രൂപത്തിലും ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഏതായാലും ഇങ്ങനെ എടുത്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നേരെ വർക്കിംഗ് ഫയലിലേക്ക് നമ്മൾ പോകും. കണ്ടോ, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഫയലായിട്ട് വന്ന് നിൽക്കുകയാണ്. 2 പേജാണ് ഉള്ളത്, ഒന്ന് ഈ പേജ്, ഒന്ന് ഈ പേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നമുക്ക് വന്നു. നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ഹോം പേജിലായിരുന്നു. അവിടെ നിന്ന് നാം ഒരു സാധനം ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് മെൻഷൻ ചെയ്ത് നിർത്തി ഒന്നുകൂടി ക്ലിക്ക് ചെയ്തപ്പോൾ നാം വർക്ക് ചെയ്യുന്ന സ്പേസിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ഈ ഇൻ്റർഫേസ് നോക്കിയേ, നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസുകളുണ്ട് വേറെ. അപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിവിടെ സെലക്റ്റഡായി. അപ്പോഴെനിക്ക് ഇതെടുക്കാനാണ് താല്പര്യം. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാനിങ്ങനെ നോക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് അത് ഇവിടെ ഒന്ന് മെൻഷൻ ആവും. എന്നിട്ട് നമ്മൾ അപ്ലൈ ബോത്ത് പേജ് എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ പേജായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഈ സ്പേസിൽ പഴയത് മാറിയിട്ട് അവിടെ അതെത്തി. അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഇതെങ്ങനെയല്ല, എനിക്ക് ആ പഴയത് വേണം, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഇതിൽ ഈ ഒരു സാധനം മാത്രം അതിലോട്ടൊന്ന് ആഡ് ചെയ്യാനാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അൺഡുവിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, നേരെ ബാക്കോട്ട് പോയാൽ ആ പഴയത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു പേജിലൂടെ കൊണ്ടുവരാനായിട്ട് ഇത് രണ്ടിൻ്റെയും ഇടയിലൊരു ക്ലിക്ക് കൊടുക്കുക. ഈ പ്ലസ് ബട്ടൺ വെറുതെ മൗസ് ഇങ്ങനെ കൊണ്ടുവന്ന് പിടിക്കുമ്പോൾ തന്നെ പ്ലസ് ബട്ടണായി, ഒരൊറ്റ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ വെറും ബ്ലാങ്ക് പേജ് വന്നു. ആ ബ്ലാങ്ക് പേജിലേക്ക് നമുക്ക് ഇതെടുത്തിടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു. എനിക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം വേണം. കണ്ടോ, ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എടുത്തു, നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ പേജ് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ വെച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ വെറുതെ ഇതൊന്നൊരു പ്രൊഫഷണലല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു പ്രവർത്തനം ഞാൻ കാണിച്ചിട്ടുണ്ട്, വലുതാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നിർത്തി. എനിക്കിനി വീണ്ടും ഇവിടെ നിന്ന് ഈ കാണുന്നത് എടുക്കണം. വെറുതെ ഈ ഒബ്ജക്റ്റിൽ കൊണ്ടുവന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഇത് കിട്ടുക. നേരെ ഞാൻ എടുത്തു, ഇവിടെ കൊണ്ടുവന്നു, വെറുതെ ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് ഇത് വലുതാക്കി കൊടുക്കുക. സ്ക്രോൾ ചെയ്താൽ മതി, പിടിച്ചിങ്ങനെ വലിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിന്നു. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ ഉള്ളത് കളയാൻ പറ്റില്ല, കാരണം ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ ഫുൾ ടെംപ്ലേറ്റ് ആയിട്ട് നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, മൂവ്, അല്ലെങ്കിൽ മോംസ് എന്ന് പറയാൻ കൊടുത്തു. മോംസ് എന്ന് പേര് കൊടുത്തു. റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് മോംസ് ബിൽഡിംഗ് എന്ന് കൊടുത്തു. മോംസ് ബിൽഡിംഗ് എന്ന് കൊടുത്തു. ഉണ്ടോ, എനിക്ക് മോംസിനെ ഒന്ന് വലുതാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കണ്ടോ,
മൗസ് വലുതായി. ബിൽഡിംഗ് ഒന്ന് ചെറുതാവണം. സ്റ്റാൻഡേർഡിൽ കറക്റ്റ് സെൻറ്ററിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ ഇവിടെ റെഡ് ലൈൻ കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കറക്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഓരോ ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറില്ല. കാരണം ഇതൊരു ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ഇത് മാറത്തില്ല. ഒന്ന് നല്ലപോലെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. കണ്ടോ, അവിടെ ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇങ്ങനെ ഒബ്ജക്റ്റ് വന്നു. നമ്മൾ ആ ക്ലിക്ക് ചെയ്തെടുത്ത് തന്നെ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റുകളെല്ലാം വന്നു. ഇത് പുതിയ വെച്ച ഒബ്ജക്റ്റാണ്, ഇത് വേറൊരു ഒബ്ജക്റ്റാണ്, ഇത് വേറൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മോംസ് ബിൽഡിംഗ് എന്ന് മാത്രം കൊടുത്തു. അപ്പോൾ എനിക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇതിൽ നിന്ന് ആ 2 ഐറ്റം മാത്രം മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ മൗസ് ഇവിടെ കൊണ്ടുവരിക, ഇത് ഇവിടെ ലെഫ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ ഡിലീറ്റ് ബട്ടൺ കിട്ടുക, കട്ടായി. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഇയാളുടെ പേര് എനിക്ക് വെക്കേണ്ടത് ഞാൻ എം സൺ എന്ന പേര് വെച്ച് എം സൺ. മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ളത് ഞാൻ മാർക്കറ്റിംഗ് വിട്ടിട്ട് മാനേജർ എന്നുള്ളത് മാനേജിംഗ് ഡയറക്ടർ എന്നാക്കി. ഡയറക്ടർ, ഓക്കെ. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു. 9995 നമുക്ക് 91 വേണം. 9199791506. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ജിമെയിൽ ID ഞാൻ മാറ്റുകയാണ്. ലേൺ വിത്ത് അഫ്സൽ സൈനി എന്ന് @gmail.com. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ഇത് കൊടുത്തപ്പോൾ കുറച്ച് കവിഞ്ഞു പോയി, കണ്ടോ. അപ്പോൾ കവിഞ്ഞു പോയപ്പോൾ അവിടെ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ചെറുതായി കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ഇതിൽ പിടിച്ചിങ്ങോട്ടൊന്ന് വലിച്ചാൽ മതി. കണ്ടോ, വലായി. ഇത് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ www.afsalzaini.com. ഇനി എൻ്റെ സിറ്റി എനിക്ക് വേറെയാണ് ഉള്ളത്. ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എനിവെയർ ഉണ്ടാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ റെഡിയായി. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഐക്കൺ മാറ്റിയിട്ട് പകരം നമുക്ക് വേറെ നമ്മുടെ പ്ലേസിൻ്റെ ഇത് കൊടുത്തുകൊണ്ട് ഇവിടെ വേണം സ്ഥലം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോട്ടോ മാറ്റണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇത് 2 ഒബ്ജക്റ്റാണ്, ഉണ്ടോ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നമുക്ക് എന്ത് കാര്യവും നമ്മളിങ്ങനെ വെച്ചിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുകണ്ട, തെന്നി. ഇപ്പോൾ തെന്നി വെച്ച് ഇങ്ങനെ പോയത് എങ്ങനെ ഇരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളാകെ പെട്ടു. ഇതെവിടെ കൊണ്ട് വെക്കും? അപ്പോൾ നമ്മൾ നേരെ ഈ അൺഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് എവിടെയൊക്കെ നമ്മൾ ചെയ്താൽ അതെല്ലാം പോയിട്ട് കറക്റ്റ് ഇരുന്ന ഭാഗത്ത് വരും, കണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് അപ്ലോഡ് ഫോട്ടോയിൽ എൻ്റെ കുറച്ച് ഫോട്ടോയിൽ എനിക്കൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കാണുന്ന ഫോട്ടോയെ ഡിലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് ആക്കുമ്പോൾ ഡിലീറ്റ് ഇമേജ് വേണോ ഡിലീറ്റ് ഫ്രെയിം വേണോ എന്നൊക്കെ ഇമേജ് കൊടുത്തു. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തുണ്ടോ. ഓക്കെ, സെറ്റായി. ഇപ്പോൾ ഇവിടെ നമുക്ക് പേര് എൻ്റെ തന്നെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അഫ്സൽ എന്ന് തന്നെ പേര് ആക്കി. ഫോണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാറും. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉടനെ ഈ ഫോണ്ട് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്ന ഫോണ്ട് നമ്മളെടുത്ത് മാറ്റുക, വേറൊരു ഫോൺ എടുത്തു, കണ്ടോ. അല്ല, ഈ ഫോൺ നമുക്ക് ഇഷ്ടമുള്ള ഫോൺ എടുക്കാം. കുറേ ഫോണ്ടുകൾ നമുക്ക് ഏതാണോ നോക്കി ഇങ്ങനെ ഇഷ്ടം പോലെ ഫോണ്ടുകളുള്ളത്, കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് കൊടുത്തു, കേട്ടോ. ഇഷ്ടമുള്ള ഫോണ്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്നും മാറ്റുന്നില്ല, ഞാൻ പഴയതിലേക്ക് പോകാൻ തന്നെ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 2 വിസിറ്റിംഗ് കാർഡിൻ്റെ പരിപാടി എളുപ്പമായി. ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാണ്. ഇനി ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിന് ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ
ഡൗൺലോഡ് എന്നുള്ള ഭാഗം കണ്ടോ, ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് PNG ആയിട്ടാണ് കിടക്കുന്നത്, സജസ്റ്റഡ് PNG ആണ്. അപ്പോൾ നമുക്ക് PDF ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ JPG, PNG, PDF, പ്രിൻ്റ് ഒക്കെ പ്രിൻ്റ് എടുക്കാനല്ലേ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എന്ന് കൊടുക്കുക. പ്രിൻ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ RGB എന്നതിൽ പ്രിൻ്റ് എടുത്താൽ ക്ലിയർ ആവില്ല. അത് ഷെയർ ചെയ്യാനുള്ള അതാണ് RGB, ബെസ്റ്റ് ഫോർ ഡിജിറ്റൽ യൂസ്. ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം, RGB എന്താണ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, വോയിസിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, CMYKയിലാണ് ബെസ്റ്റ്. നമ്മൾ പ്രൊഫഷണലായിട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ CMYKയിലാക്കണം, എന്നാലേ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ CMYKയിലാക്കി. നമ്മളിവിടെ പിന്നെ പേജ് 2 പേജ് നമ്മൾ സെലക്ട് ചെയ്തു, PDF പ്രിൻ്റ് കൊടുത്തു, ഡൺ ചെയ്തു, നമ്മൾ ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഡൗൺലോഡ് ആവുകയാണ്, ഡൗൺലോഡായി വരികയാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡായി ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നു, കണ്ടോ, ആയിക്കഴിഞ്ഞു. നമ്മൾ ക്ലിക്ക് ചെയ്തു, ആ 3 MB ഉണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്തൊന്ന് ഓപ്പണാക്കി നോക്കുകയാണ്. സംഗതി ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടോ. മോംസ് ബിൽഡിംഗ്, മോംസ് ബിൽഡിങ്ങിൻ്റെ മാനേജിങ് ഡയറക്ടർ അഫ്സലാണ്, അഫ്സൽ നമ്പർ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, വേറെ ഫോട്ടോ കൊടുക്കേണ്ടത്, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ. സംഭവം എന്തായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞു. ഇങ്ങനൊരു ഐറ്റം ചെയ്യാൻ നമ്മൾ ജസ്റ്റ് പഠിച്ചു. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക, കണ്ടിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നമ്മളിവിടെ ഈ ഉള്ള ടൂളുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും നോക്കണ്ട. ഞാൻ ആ വീഡിയോ ഒന്നുകൂടി വാച്ച് ചെയ്യുക, നോക്കുക, എന്നിട്ട് എവിടെയാണ് തൊട്ടതെന്ന് നോക്കുക, എവിടെയാണ് ചെയ്തതെന്ന് നോക്കുക. നമ്മളിപ്പോൾ ഒരു ഐറ്റം മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവം വന്നു, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. തെറ്റുകൾ വരാം, നോ പ്രോബ്ലം. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വ്യക്തമായി നാളെ നമുക്ക് ഇരിക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.